നിന്റെ അമ്മോട് തർക്കിച്ച് എന്റെ തൊണ്ടയും പോയി സൗണ്ടും ഇല്ല. നീ എന്തിനാ തർക്കിക്കാൻ പോന്നേ? മിണ്ടായിരുന്നാ എന്റെ അമ്മയുടെ സ്വഭാവം കൊണ്ട് അതല്ലേ അറിയത്തില്ലേ? മിണ്ടായിരുന്നാ പോലെ പിന്നെ എന്തിനാ തർക്കിക്കുന്നിടം? എടാ എനിക്കിവിടെ മടുത്തു. എന്ത് ബോറിങ്ങാ, ഒരു എന്റർടൈൻമെന്റും ഇല്ല. എന്റെ മോളെ, ഇത് അമേരിക്കൻ സിറ്റി അല്ലല്ലോ, ഇത് ഇങ്ങനെയൊക്കെയാണ്. കാടും നല്ല രസമല്ലേ ഇവിടെയൊക്കെ, പക്ഷികള് ഇതൊക്കെ അറിയാവുന്നല്ലേ ഇവിടെ? കേരളം അല്ലേ ഇത്? കേരളം ആയാലും എന്താ ഒരു ഇച്ചിരി എന്റർടൈൻമെന്റ്, എന്തെങ്കിലും ഒരു ചേഞ്ച് എങ്കിലും വേണ്ടേ? ചേഞ്ച് വിഷു അല്ലേ? വിഷു വരുമല്ലേ? സദ്യ, പായസം, 2 കൂട്ടം പായസം ഉണ്ടായിരിക്കും ഇവിടെ. അപ്പൊ എന്റർടൈൻമെന്റ് അല്ലേ? പടക്കം പൊട്ടിക്കണം രാത്രിയില്. എനിക്കുള്ള പണിയാണല്ലേ ഇത്? അതെ, നന്നായി. എല്ലാം വെക്കണ്ടേ? സദ്യകൾ, പരിപ്പ്, പപ്പടം, പായസം, പ്രഥമൻ, അതിന്റെ വരുന്നത് സാമ്പാറ്, പിന്നെ അത്രയൊക്കെ ഉള്ളു. അവിയല്, തോരന്, തീയല്. ചായ പോലും വെക്കാറിയാത്ത എന്നോടാ. ഇതിന് പണിയാവും. പക്ഷെ ഇതൊരു അവസരമാണ്. എന്തിനു? നിന്റെ അമ്മ ഇംപ്രസ് ചെയ്യിപ്പിക്കാനായിരിക്കും. എന്റെ അളിയാ ഞാനില്ല, ഞാൻ ഈ പരിപാടിക്കേ നിർത്തി. ഒരവസരം കൂടെ, ഓണം, വിഷു, ഇതിലൊക്കെ ഇതൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ. അല്ല, ഈ വിഷുവിന് എന്താ പ്രത്യേകത? എന്താ ഈ ഐതിഹ്യം? എന്തിനാ വിഷു സെലിബ്രേറ്റ് ചെയ്യണം? അത് ഒരു ഗോൾഡിന് ഉരുളി എടുത്ത് അതിനകത്ത് തേങ്ങ, മാങ്ങ, ചക്ക എല്ലാം വെച്ചിട്ട് ഒരു കെട്ട് പൈസയും വെക്കും. പൈസ കാര്യം പറഞ്ഞപ്പോഴാ നല്ല കൈനീട്ടവും കിട്ടും. 1000 ഇപ്പൊ 500 ഉള്ളൂ. പക്ഷെ 500 അങ്ങനെ ഒരു കെട്ടൊന്നും കിട്ടത്തില്ല. വല്ല ഉണ്ടോ കയ്യില്? എടാ നിന്റെ അമ്മ എനിക്ക് എന്തെങ്കിലും തരൂ? കൊടുക്കേണ്ടി വരും. 500 തന്നാ 1000 കൊടുത്തോണം. 501 രൂപ ആ കൊച്ചിന് വല്ലതും കൊടുക്കണം കേട്ടോ. പിന്നെ കൃഷ്ണനെ വെക്കൂലേ? കൃഷ്ണനെ വെക്കും. പിന്നെ അങ്ങനെ മൊത്തത്തിൽ ഒരു ഫ്രൂട്ട്സും പച്ചക്കറികളുടെ ഒക്കെ ഒരു രാത്രി നമ്മൾ വെളുപ്പിനെ എണ്ണീറ്റ് വന്ന് വിളക്കിന്റെ മുന്നിൽ കണ്ണും കൂടി വന്ന് ഇങ്ങനെ കണ്ണു തുറന്ന് കാണും. സത്യത്തിൽ നിനക്ക് വിഷുവിന്റെ ഐതിഹ്യം അറിയില്ല? ഇല്ല, ഇതൊക്കെ നടക്കുന്നതെന്നറിയാം. മനസ്സിലായി. ഞാൻ വേണല്ലേ മോൻ? വാ, എവിടെ? ഉള്ളിലോട്ട്. വിഷുവിന് കയ്യിലെടുത്തോണേ. വിഷുവിന് കയ്യിലെടുക്കണം. അമ്മയെ കയ്യിലെടുക്കണം. കയ്യിലാ, കാലിലാ. അമ്മായിമ്മത് എന്തോന്ന് ഉണ്ടാക്കിക്കുന്നു. ഫുള്ള് വള്ളിയാലോ. ഇവിടെ കയറിയതേ വള്ളിയാവോ? തന്നെയാ. നീ ഇപ്പൊ 2 ദിവസം മുന്നിൽ അവിടെ പോയത്, നീ പിന്നെന്തിനാ വന്നേ? എടാ നിനക്ക് വയ്യാത്തല്ലേ? അവിടുന്ന് ആരെങ്കിലും എന്നെ നിന്നെ അന്വേഷിക്കാൻ? അയ്യോ, എന്നോടുള്ള സ്നേഹം. പിന്നെ നിന്നെ ഇവിടെ ബോറടിച്ചിരിക്കല്ലേ? അവിടെ എന്റെ ബോറടി മാറ്റാലോ. അതാണ് കാര്യം. എടാ നീ ഇവിടെ എന്തിനാ വരുന്നതെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അതാണ് എനിക്കും വേണ്ടേ. അപ്പൊ നിനക്കൊന്ന് സപ്പോർട്ട് ചെയ്തൂടെ? എടാ നീ എനിക്ക് കണ്ടോ, എനിക്കൊരു കുഴപ്പമില്ല. നീ ഇഷ്ടപ്പെടുകയെ പ്രേമിക്കേ എന്ത് വേണം ചെയ്യും. പക്ഷെ നിനക്ക് ഇവിടുത്തെ സാഹചര്യം അറിയാലോ. നിനക്ക് ഇടയ്ക്ക് മരുന്നൊക്കെ എടുത്തു തരാനെങ്കിൽ ആരെങ്കിലും വേണ്ടേ? എടാ എന്റെ അമ്മായിമ്മക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല, പിന്നെയാണ് എന്റെ കുടുംബക്കാരൻ. എന്റെ അമ്മായിമ്മനെ എനിക്കിഷ്ടല്ലേ. എടാ നീ ഇപ്പൊ തൽക്കാലം പോ. നീ വെറുതെ എനിക്കും കൂടി പണി ഉണ്ടാക്കി തരല്ലേ. ഊണിച്ച് പോയാ പോരെ? വീട്ടിൽ പോയി ചോറുണ്ടാ. വീട്ടില് ചോറൊക്കെ ഉണ്ട്. അപ്പൊ നിക്കടെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ നിക്കിന്റെ കൂടി ശരി വരേക്ക് പോവാൻ നോക്ക് നീ. ഓക്കെ, നിക്കോട് പറഞ്ഞേക്കൂടോ. ചേട്ടാ വിഷുവായിട്ട് എന്താ പരിപാടി? വിഷുവായിട്ട് രാവിലെ എണീക്കണം, വല്ലതും കഴിക്കണം, ഉച്ചയ്ക്ക് സദ്യ ഉണ്ണണം, കിടക്കണം. അല്ല വിഷുക്കല്ലേ, കൈനീട്ടം തന്നില്ല. ഗൂഗിൾ പേ ചെയ്താൽ മതി. കാശ് ഉണ്ടാവില്ലെന്നറിയാം. ഗൂഗിൾ പേ ചെയ്താൽ മതി. ഗൂഗിൾ പേയിൽ പിന്നെ എന്താ കാശല്ലേ ഇടുന്നേ? അല്ല കയ്യില് ലിക്വിഡ് ഉണ്ടാകത്തില്ലല്ലോ. ലിക്വിഡും ഇല്ല, ഇതും ഇല്ല, ഒന്നുമില്ല. നീ ആ തമ്പുരുവിനെയൊക്കെ ആവശ്യമുള്ളപ്പോ നിനക്കൊന്ന് വിളിച്ചൂടെ? അല്ലാത്തപ്പോ അവളൊക്കെ എപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. അവളെയൊക്കെ കാശുണ്ട്, അവളൊക്കെ വെള്ളം തരും. അല്ലാത്തപ്പോ എല്ലാത്തിനെയും വിളിച്ചു വരുത്തിക്കോളൂ ഇങ്ങോട്ട്. പിന്നെ OTTകള്, പിന്നെ ബാക്കിയുള്ള എന്തുവാ വാച്ച്, ഫോണ്, കാറ്, ഇതിനെല്ലാം EMI അടയ്ക്കാൻ കിടക്കുക. 5 രൂപ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തരികയും. ഓ ചേട്ടൻ എന്തിനീ കാശിന്റെ കാര്യം പറയുമ്പോ എച്ചിത്തരം പറഞ്ഞോണ്ടിരിക്കുന്നത്? ചേട്ടൻ കാണൂല്ല, ഇത്ര പ്രായമില്ലേ? അത് ശരി, എച്ചിത്തരമല്ല. മോളൊക്കെ എന്താ ജോലി ഇല്ലേ? ചേട്ടാ കുറച്ചാള് നമ്മള് നോക്കില്ലേ? നമ്മളെ കുറച്ചാള് നോക്ക്. ഞാൻ പഠിക്കുമല്ലേ, അപ്പൊ പഠിക്കുന്ന പിള്ളേർക്ക് ചേട്ടന്മാരൊക്കെ. വിദേശത്തൊക്കെ എങ്ങനെയാണെന്നറിയോ? പഠിച്ചോണ്ടിരിക്കുമ്പോ ജോലിയും ചെയ്യും, അപ്പൊ അതിന്റെ കൂടെ പൈസയും കിട്ടും. അത് വിദേശത്തല്ലേ? ഇവിടെയും കിട്ടും. അവിടുത്തെ ആളുകളെ കണ്ടുപിടിക്കണം. എല്ലാം വെസ്റ്റേൺ കൾച്ചറിലോട്ട് പോലെ, അതും കൂടെ കണ്ടുപിടിക്കണം നമ്മൾ. അവിടെ നിന്നോണ്ടാ ഇപ്പൊ അവിടെ അകത്തിരിക്കുന്നേ. അല്ല അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കൈനീട്ടൊക്കെ തന്നേനെ. എനിക്കും തന്നേനെ. നിനക്ക് അച്ഛനെ വിളിച്ചൂടെ? നീ അമ്മയുടെ അടുത്ത് ഇഷ്ടം പോലെ കാശ് കയ്യിലിരിപ്പുണ്ട്. അതിൽ നിന്ന് എനിക്ക് കൂടെ 10,000 രൂപ താ. വിഷുവായിട്ട് 5 പൈസ കയ്യിലില്ല. അല്ല ഒന്നുമില്ല. അല്ല അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടൊന്നും വരത്തില്ല. എന്റെ അച്ഛൻ ഇങ്ങോട്ട് പൈസ തന്നേനെ. അതെ, നമ്മുടെ അച്ഛനല്ലേ, അതുകൊണ്ടാ. പണ്ടത്തെ വിഷുക്കാണ് വിഷു. അതെ. എന്താലേ രാവിലെ 4:30 ആകുമ്പോഴേക്കും എണീറ്റ് കണിയൊക്കെ കണ്ട് എന്തോരം കാശാ കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പൊ എല്ലാം അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥയായി. ഒരു പ്രായമാകുമ്പോ നമ്മൾ വീട്ടുകാർക്ക് അങ്ങോട്ട് കൊടുക്കണല്ലേ? അതേ, കൊടുക്കണം. വലുതാ ഉണ്ടായിരുന്നു. നീ ഇത്ര നാളും മേടിച്ചിട്ടല്ലോ, കൊടുത്തിട്ടില്ലല്ലോ. ഒരിക്കൽ കൊടുത്തു നോക്ക്, നല്ല രസമാണ് കൊടുക്കാൻ. അല്ല കൊടുക്കുമല്ലോ. എന്നാ അല്ലേ അടുത്ത വിഷുവൊക്കെ വരുന്നുണ്ടല്ലോ. എന്നാലും ആ വിഷുവൊക്കെ മിസ് ചെയ്യുക.
ഉച്ചക്ക് സദ്യ ഒക്കെ കഴിച്ച് സാമ്പാർ പപ്പടം അവിയലൊക്കെ കൂട്ടി. ആ അപ്പൊ എന്തായാലും ചേട്ടനേന്ന് കൈനീട്ടില്ല ഇപ്രാവശ്യം. ഇല്ല, അങ്ങനെയൊക്കെയാ. ഇനി നമ്മൾ അങ്ങോട്ട് തിരിച്ചു തരേണ്ട സമയമായി. ഇത്ര നാൾ അങ്ങോട്ട് മേടിച്ചില്ലേ, ഇനി കുറച്ചാൾ ഇങ്ങോട്ട് ഇതാ. ഓക്കെ, അപ്പൊ എന്നാ പൊയ്ക്കോട്ടെ ഇങ്ങോട്ട്. ഹാപ്പി വിഷു. പൈസ മേടിക്കാൻ വന്നേക്കും. ആ പിന്നെ പ്രാവശ്യം. ആഹാ, നീ ഇവിടെ ഇരിക്കുകയാണോ? ആ ഞാൻ വെറുതെ ചേട്ടനായിട്ട് സംസാരിച്ചിരിക്കായിരുന്നു. അപ്പൊ ഒരുക്കങ്ങളൊക്കെ തുടങ്ങണ്ടേ? ആ അത് രാത്രി ചെയ്താ പോരെ, കണി ഒരുക്കല്ലേ. ആ കണി ഒരുക്കണം, സദ്യക്കുള്ള കാര്യങ്ങൾ. ദേ നമുക്ക് ഇന്ന് രാത്രി തന്നെ കണിയെല്ലാം ഒരുക്കി വെച്ചിട്ട് നാളെ രാവിലെ എണീക്കണം കേട്ടോ മോളെ. അമ്മ വിളിക്കുമ്പോ തന്നെ എണീക്കണം. സദ്യക്കുള്ള 2 പായസമാണ് നാളെ. നാളെ നമ്മുടെ സുമതി അമ്മ വരുമോടി. ആ തള്ള എന്തിനാ ഇനി ഇങ്ങോട്ട് വരണേ? മോളെ അവർക്ക് ഇവിടെയൊക്കെ വരണല്ലേ ഒരു സന്തോഷം. അവർക്ക് അവിടെ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്നില്ല. ഞാനാ പറഞ്ഞിങ്ങ പോലെ. കുറ്റം പറയാനായിരിക്കും നല്ലൊരു വിഷുവായിട്ട്. കുറ്റം പറയാത്ത ആള്. നീ അതൊക്കെ പോട്ടെ. നാളെ രാവിലെ കഴിച്ച് ആ പച്ചക്കറി എല്ലാം അരിഞ്ഞു തരണം. തേങ്ങ തരേ. അമ്മയ്ക്ക് കൈ വയ്യ മോനെ. തേങ്ങ ഒന്ന് ചിരണ്ടി പിഴിഞ്ഞ് തരണേ. 2 പായസമൊക്കെ വെക്കാം. അച്ഛന്റെ കൂട്ടുകാരെങ്കിലും വരുകൂടി. ഇനി ആ ചെറുക്കൻ ആരെങ്കിലും വിളി. അതിന് അച്ഛൻ വരൂ? നോക്കാം, വിഷു അല്ലേ, ചിലപ്പോ വന്നാലോ. വന്നാന്. അമ്മേ വിഷുവൊക്കെ ആയിട്ട് ഇതൊക്കെ റെഡിയാണ്. കഴിഞ്ഞിട്ട് കിട്ടൂലേ? അത് മാത്രം പറഞ്ഞിട്ടില്ല. എത്രയായാലും എന്താ അമ്മയുടെ കഴിഞ്ഞിട്ട് കിട്ടുന്നത് നല്ല രസമല്ലേ. അമ്മയുടെ മേടിക്കാൻ ഭയങ്കര സന്തോഷമാണ്. അല്ല എനിക്ക് ഈ ജോലി കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് കൈനീട്ടം തരില്ല അമ്മയ്ക്ക്. ആ എന്നൊക്കെ എല്ലാരും പറയും, കാണാം. അതൊക്കെ ഇവിടെ കൈനീട്ടൊക്കെ തരാം. നീ നാളെ രാവിലെ വെച്ച് അമ്മയെ സഹായിക്കണം. ആ ശരി, സഹായിക്കാം. എന്റെ ചേട്ടത്തെ അമ്മയെ കൂടെ കൂട്ടിക്കോ. ഇപ്പൊ വലിയ കൂട്ടല്ലേ, ഇപ്പൊ എന്നെ വേണ്ടല്ലോ. ഓ നമുക്കറിയാം. അതിന് വിഷു വല്ലതും അറിയാവോ? ആ പറഞ്ഞോടുക. വലിയ പരിഷ്കാരി ബാംഗ്ലൂര്, USA, UK എന്തൊക്കെയാ നിന്റെ ചേട്ടൻ പറയുന്നത്. കാണാം, പറഞ്ഞു കൊടുക്കാം. എന്തായാലും ചേട്ടത്തിന് ഒന്ന് സഹായിച്ചോളൂ. ഓ അല്ല വെച്ചുണ്ടാക്കാനൊക്കെ അറിയാവോ? അതറിയില്ല. സഹായിച്ചില്ലെങ്കിലും വെച്ച് കൊളാക്കല്ലേന്ന് പറഞ്ഞേക്കണേ. ആ ശരി. അമ്മ നല്ലൊരു വിഷയമായിട്ട് ഇനി ചേച്ചിയോട് തല്ലോടാതെ കണ്ടേ. ഓ ഞാനായിട്ട് ഇനിയിപ്പോ ഒന്നും പറയുന്നില്ല. ഞാനെന്തോ പറയാനാ, നിങ്ങളൊക്കെ ഇപ്പൊ വലിയ ആൾക്കാര്, ഞാനല്ലേ പുറത്തായത്. എന്നാ ശരി, ഒന്ന് വല്ലതും ചെയ്യാൻ നോക്ക്. ആ വരാം. എന്തോ പരിപാടി? ആ നീ എവിടെ ആയിരുന്നു? പരിപാടി ഒന്നും മനസ്സിലായില്ല നിനക്ക്. ഇവിടെ നാളെ വിഷു അല്ലേ? ആണോ? എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്തതാ മോനെ. നീ ഒരു കുടുംബമൊക്കെ ആകാൻ പോവല്ലേ? ആകാൻ പോകുന്ന നീ കുടുംബം ആയി കഴിഞ്ഞ് ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീയാ നോക്കേണ്ടത്. നീയേ ഒരു 2-3 തേങ്ങ പൊതിച്ചതാ. 3 തേങ്ങ? ആ നാളെ നമുക്ക് 2 പായസം വെക്കാനുള്ളതാ. തേങ്ങ പിഴിഞ്ഞ് തരണേ. അമ്മയ്ക്കാണെങ്കിൽ കയ്യും വയ്യ. കുറച്ച് കായ വറുത്ത് വെക്കാനുണ്ട്. 1 കിലോ വെളിച്ചെണ്ണയും കൂടെ. 2 കിലോ വേണം? 1 കിലോ മതി, കുറച്ചുകൂടി ഇരിപ്പുണ്ട്. നീയേ ചിക്കനൊക്കെ വറക്കണ്ടേ? എടാ ചിക്കൻ വിഷുവിനറിയും ചിക്കൻ വെക്കോടാ. അല്ല അമേരിക്കയിലും ബാംഗ്ലൂരൊക്കെ ചിക്കൻ പറയാ. നിന്റെ ബാംഗ്ലൂർ കാര്യം ഇവിടെ എടുക്കണ്ട, അത് അവിടെ കേട്ടോ. ഇവിടെ ഞങ്ങള് പറയും പോലെ ഉള്ളു. അതെ ആ പെങ്കൊച്ചിനെ കൂടെ കൂട്ടാനും വല്ലതൊക്കെ അറിയാവോ? അതിനറിയാം. അമ്മയ്ക്ക് എപ്പോഴും അവളെ ഇങ്ങനെ കുറ്റം പറയുന്നല്ല വേറെ പരിപാടി. അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ എന്താ വരാത്തെ? വിഷുവിനെങ്കിലും വന്നൂടെ? എടാ നീ അച്ഛന്റെ കാര്യം നോക്കണ്ട, അച്ഛൻ വന്നോളും. വിഷു അല്ലേ, അച്ഛൻ വിഷുവിന് വരാത്ത എന്താ പിന്നെ? അച്ഛൻ കറങ്ങി തിരിഞ്ഞൊക്കെ വിഷുവിന് വന്നോളും മോനെ. അതെ നമ്മുടെ ആ സുമതി അമ്മ വരും. നിങ്ങൾക്ക് എന്താണ് അവരെ പറയുമ്പോ? അമ്മ അവരാ ഈ പ്രശ്നം മൊത്തം ഇവിടെ കൂടുതലും ഉണ്ടാകുന്നു. എടാ അവരിവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണുമ്പോഴൊക്കെ അല്ലേ അവർക്കൊരു സന്തോഷം ഉള്ളത്. അവരിവിടെ വന്ന് ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ച് അമ്മ വിളിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് പോകും. ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോ ഗ്രൂപ്പിൽ അടുത്ത മെസ്സേജ്, നീ അവള് നോക്കിയത് കണ്ടോ? നീ നോക്കിട്ടല്ലേ? പറയണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത് ചെയ്യുമോൻ. അതെ ഇന്ന് രാത്രി നമുക്കിവിടെ കണിക്കുള്ളതൊക്കെ ഒരുക്കാനുള്ളതാണ്. വെളിച്ചെണ്ണയും 3 തേങ്ങയും. 3 തേങ്ങ പൊതിച്ചിട്. 1 കിലോ വെളിച്ചെണ്ണ മേടിച്ചിട്ട് വാ. പിന്നെ കുറച്ച് അല്ലറ സഹായങ്ങളൊക്കെ നീ ഇവിടെ ഉണ്ടാവണം. കൈനീട്ടം കിട്ടുമോ? നീ എനിക്കല്ലേടാ തരേണ്ടത്. ബാംഗ്ലൂരിൽ പോയി ജോലിയൊക്കെ ചെയ്ത് വന്നവനെ. ഞാൻ ജോലി റിസൈൻ ചെയ്താ വന്നത്, ജോലി ചെയ്തിട്ടല്ല വന്നത്. ചെയ്ത പൈസയൊക്കെ തീർന്നതല്ല. കല്യാണം കഴിച്ചപ്പോ നാളെ അമ്മയ്ക്ക് രാവിലെ മോനാണ്. ഈ വിഷുവിന് സ്പെഷ്യലാണ്. എല്ലാ വിഷുവിനും അമ്മ മക്കൾക്ക് തരും. ഇന്നത്തെ വിഷുവിന് എന്റെ മോൻ അമ്മയ്ക്ക് വിഷു. ഞാൻ നിക്കിക്ക് കൊടുക്കണം, അവക്ക് കൊടുക്കണം, അമ്മയ്ക്ക് തരണം. ആ നിക്കിക്ക് ഞാൻ കൊടുത്തോളാം കേട്ടോ. എന്നാ ചെല്ല് പറഞ്ഞതൊക്കെ ചെയ്യേ. അപ്പം ചിക്കൻ മറക്കുന്നില്ല. ചിക്കൻ നമുക്ക് മറ്റന്നാളെ ചെയ്യാം. ഓ എന്നാ ശരി. ശരി.